ഒരു പുതുവത്സര സമ്മാനം എന്നോണം ഈ വർഷം ആദ്യ ദിനം ജാനുവരി മാസം 1-ാം തീയതി ICDയുടെ റിസൾട്ടായി വന്നേക്കുന്ന നിള അനിലിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 2023 റീജിയണൽ റൂറൽ ബാങ്ക് എക്സാമിനേഷൻ പരീക്ഷയിൽ ക്ലറിക്കൽ തസ്തികയിലേക്കും ഓഫീസർ തസ്തികയിലേക്കും സിലക്റ്റഡായ ഞങ്ങളുടെ വിദ്യാർത്ഥിനി നിള അനിൽ. നിളയുടെ വിജയത്തിലേക്കുള്ള വഴി എന്തായിരുന്നുവെന്ന് നിളയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നിള, കൺഗ്രാജുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. താങ്ക് യു സർ. നിള എന്ത് പഠിച്ചതാണ്, എവിടുന്ന് വരുന്നു, ഇക്കാര്യങ്ങളെല്ലാം നിളയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു MSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. MSc കഴിയാറായപ്പോഴാണ് എനിക്ക് എൻ്റെ വഴിയൊന്ന് മാറ്റണം എന്ന് എനിക്ക് തോന്നിയത്. പെട്ടെന്നൊരു ജോലി വേണം എന്നുള്ളൊരാഗ്രഹം വന്നത്. അങ്ങനെ ഞാൻ എന്ത് എന്നുള്ളത് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കൂട്ടുകാരി വഴിയാണ് ICDയെ പറ്റി ഞാൻ അറിഞ്ഞത്. 2022 ഒക്ടോബറിൽ ഞാൻ ICDയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ ഫാക്കൽറ്റിയുടെയും ICDയുടെയും ഹെൽപ്പോടുകൂടി നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നെനിക്ക് ഇങ്ങനൊരു സുദിനം വന്നത്. അപ്പോൾ 2022 ഒക്ടോബറിൽ ജോയിൻ ചെയ്തെന്ന് പറയുമ്പോൾ നിള ഏതാണ്ട് ഒരു 14 മാസം പഠിച്ചപ്പോഴാണ് നിങ്ങളുടെ റിസൾട്ട് വന്നത്. അതെ, ഇത് തന്നെയാണ് എനിക്ക് എപ്പോഴും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പറയാനുള്ളത്. ഒരു മാജിക്ക് പ്രതീക്ഷിച്ച് അല്ല ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. ഇത്തരമൊരു സ്ഥാപനത്തിൽ വരുമ്പോൾ ഉടനെ എന്തെങ്കിലും മാജിക്ക് സംഭവിക്കും എന്ന് വിചാരിച്ച് വരുന്നവർ ചിലപ്പോഴെങ്കിലും നിരാശപ്പെടും, പലപ്പോഴും നിരാശപ്പെടും. എന്നാൽ ഞാൻ ഇനി ഒരു ജോലിയുമായി മാത്രമേ തിരിച്ചു പോവുകയുള്ളൂ എന്ന ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പുറത്ത് വരുന്നവരാണ് വിജയിക്കുന്നത്. ഫിസിക്സ് പഠിച്ചവർക്ക് ഈ ബാങ്ക് ടെസ്റ്റൊക്കെ പഠിക്കാൻ പറ്റുമോ എന്ന ഒരു സംശയം പൊതുവിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് BComകാർക്കുള്ള പരീക്ഷയാണ്, BTechകാർക്കും MScക്കാർക്കും ഒന്നും BScക്കാർക്കും ഒന്നും ഉള്ളൊരു പരീക്ഷ അല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലയ്ക്കറിയാമല്ലോ, ഇതൊരു ജനറലിസ്റ്റ്, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രമാണ്. ഇതിൻ്റെ കണക്ക്, ഇംഗ്ലീഷ്, റീസണിങ്, ജനറൽ അവയർനെസ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ്. ഇതിൽ 4-ൽ ഏറ്റവും ബുദ്ധിമുട്ടായി നിലയ്ക്ക് തോന്നിയിരുന്നായിരുന്നു? എനിക്ക് മാത്സ് ചെയ്യാൻ ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ തിരിച്ചറിഞ്ഞു, ഞാൻ ചെയ്യുന്ന കൺവെൻഷണൽ വേ അല്ല ഇവിടെ ആവശ്യം. സ്പീഡ് കൂട്ടാനെന്ന് ഇവിടെ വന്ന് നമ്മുടെ ഫാക്കൽറ്റി ഉപയോഗിക്കുന്ന ഈസി മെത്തേഡ്സ് ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ സ്കോർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ട് മാത്സ് ആയിരുന്നു, പക്ഷെ പഠിക്കാൻ ബുദ്ധിമുട്ട് ജനറൽ അവയർനെസ് ആയിരുന്നു. നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് എടുക്കാം. പക്ഷേ ഇത്തരമൊരു വീഡിയോയുടെ പ്രസക്തി എന്ന് പറയുന്നത് ഇനി ഈ വഴി തിരഞ്ഞെടുത്ത് ഇത്തരം പരീക്ഷകൾക്ക് പഠിക്കാൻ വരുന്ന ഒരാൾക്ക് ഉപകാരപ്രദമാകണം എന്ന നിലയ്ക്കായിരിക്കണം. ഇപ്പോൾ ജനറൽ അവയർനെസ് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എന്ന് സൂചിപ്പിച്ചു. എനിക്കും ഏതാണ്ട് ഊഹിപ്പിക്കാം. 30 കൊല്ലമായി പഠിപ്പിക്കുന്ന ഇതേ മേഖലയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന നിലയ്ക്ക് പൊതുവിൽ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ജനറൽ അവയർനെസ് തന്നെ. കാരണം അവർ കോളേജിലും സ്കൂളിലും ഒന്ന് പഠിക്കുമ്പോൾ അവർക്ക് ഈ തുറന്ന വായന എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. അപ്പോൾ നിള ഒരു നല്ലൊരു അക്കാഡമിക് റെക്കോർഡുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടെ പത്രവായനയും കാര്യങ്ങളുമൊക്കെ പൊതുവിൽ പഠിക്കുന്ന സമയത്ത് കുറവായിരുന്നിരിക്കാം. നിള എങ്ങനെയാണ് ഈ പരിവർത്തനം സാധ്യമാക്കിയത്? സാർ, ഞാൻ ആദ്യം വന്നപ്പോൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ മുന്നിൽ കണ്ടിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ ഫാക്കൽറ്റിയും ഒരേ സ്വരത്തിൽ GAയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുമായിരുന്നെങ്കിലും ഞാൻ മാത്സിലും റീസണിങ്ങിലും ഇംഗ്ലീഷിലുമാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. പക്ഷേ ഞാൻ 2023 IDBI എക്സിക്യൂട്ടീവ് എക്സാം എഴുതിയപ്പോഴാണ് GAയ്ക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്താലേ പ്രിലിംസ് മാത്രമല്ല മെയിൻസും ഇൻ്റർവ്യൂവും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ GAയ്ക്ക് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊരു തിരിച്ചറിവ് എനിക്ക് അന്നുണ്ടായി. എല്ലാവരും ജയകൃഷ്ണൻ സാറും എന്നും ന്യൂസ് പേപ്പർ വായിക്കണം, GA പഠിക്കണം എന്ന് എപ്പോഴും പറയുമായിരുന്നു. IDBI എക്സിക്യൂട്ടീവിൽ വളരെ ചെറിയൊരു മാർക്കിൽ എൻ്റെ ജോലി എൻ്റെ കയ്യെത്തുന്നതിന് മുന്നേ തിരിച്ചു പോയി. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ വില മനസ്സിലായത്. അന്നു മുതൽ ഞാൻ GA എന്നും ഞങ്ങളുടെ ICD ആപ്പിൽ വരുന്ന നോട്ട്സ് പഠിക്കാനും സാറിൻ്റെ ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനും ന്യൂസ് ക്വിസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനും ന്യൂസ് പേപ്പർ വായിക്കാനും തുടങ്ങി. അതിൽ നിന്ന് എനിക്ക് വലിയൊരു മാറ്റം ഉണ്ടായി. അതിനാലൊക്കെ തന്നെയാണ് ഇപ്പോൾ മെയിൻസിൽ എനിക്ക് GAയ്ക്കും നല്ല സ്കോറോടുകൂടി പാസ്സാവാൻ കഴിഞ്ഞത്. ഏതാണ്ട് എത്ര നാളത്തെ ജനറൽ അവയർനെസ് ആണ് പൊതുവിൽ നിളയുടെ അഭിപ്രായത്തിൽ ഒരു പരീക്ഷയ്ക്ക്, മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നത്? എല്ലാവരും പൊതുവേ 6 മാസം മുന്നേ ഉള്ളത് പഠിക്കണം എന്നാണ് പറയുന്നത്.
ഞാനൊരു 4 മാസം തറവായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ പോയപ്പോൾ ജസ്റ്റ് റഫായിട്ട് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതല്ലാന്ന് ആദ്യത്തെ ഒരു എക്സാം എഴുതിയപ്പോൾ മനസ്സിലായി. വെറുതെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാതെ അതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിച്ച് അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് എഴുതിയ എക്സാംസിൽ നിന്ന് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഈ കണക്കിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, കണക്ക് പൊതുവിൽ നല്ല താല്പര്യമുള്ള ഒരാളാണ്, കണക്കിൽ നല്ല വിശ്വാസമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഒരു കൺവെൻഷണൽ മെത്തേഡ് അപ്രോച്ച് പറ്റില്ല, ക്യുക്ക മെത്തേഡ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ എന്നുള്ള സൂചിപ്പിച്ചു. അത് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്സ് എന്നും എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റാണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടി അത് സോൾവ് ചെയ്തെടുക്കുന്നത് എനിക്കൊന്നും ഒരു എക്സൈറ്റിംഗ് ഒരു ഫാക്ടറായിരുന്നു. പക്ഷെ ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ എടുക്കുന്ന സമയവും ഇവിടെ ഫാക്കൽറ്റി പഠിപ്പിച്ച് തരുമ്പോൾ അതിനെടുക്കുന്ന സമയവും നമ്മുടെ എക്സാമിനെ അപേക്ഷിച്ച് അത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യമായി എഴുതിയ പ്രിലിംസ് SBA PO ആണ്. അതിൽ ഞാൻ വിചാരിച്ച പെർഫോമൻസ് എനിക്ക് കാഴ്ചവെക്കാൻ പറ്റാതായപ്പോഴാണ് എൻ്റെ വേ മാറ്റണം എന്നെനിക്ക് തോന്നിയത്. അന്നു മുതൽ ഞാൻ നമ്മുടെ ഫാക്കൽറ്റീസ് ചെയ്യുന്ന പോലെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ഈസി മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു തുടങ്ങി. എന്നും 2-3 മോക്ക് ടെസ്റ്റുകൾ എഴുതി തുടങ്ങി. എനിക്ക് ആദ്യം വായിക്കുമ്പോൾ എൻ്റെ കൺവെൻഷണൽ വേയിലൂടെ ചെയ്യാൻ പറ്റാതെ ഈസി മെത്തേഡിൽ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഇൻ ക്വാണ്ട് അത് കൂടി. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. നില ഈ ICDയുടെ ഇൻഫ്രാസ്ട്രക്ചർ നിലയ്ക്ക് എത്രത്തോളം പ്രയോജനം ചെയ്തു? സത്യസന്ധമായി നില പറയുക. ICDയുടെ ഇൻഫ്രാസ്ട്രക്ചർ എനിക്ക് നന്നായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ലാബ് ആദ്യം വന്നപ്പോഴൊന്നും എൻ്റെ ലാപ്ടോപ്പൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഫോണിലൊരു എക്സാം ചെയ്യുന്നതും കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ചെയ്യുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ആ ലാബ് യൂസ് ചെയ്തപ്പോൾ തന്നെ എന്നിലെ കോൺഫിഡൻസ് ഒരുപാട് വർദ്ധിച്ചു. ആ ലാബിൽ ചെന്നിരുന്ന് മോക്ക് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ICDയിലെ ലൈബ്രറി ഫെസിലിറ്റീസ്, അവിടെ പല ലെവലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യാനും മെയിൻസ് ക്രാക്ക് ചെയ്യാനും സഹായിക്കുന്ന ഒരുപാട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ലൈബ്രറിയിലുണ്ട്. അത് സ്ഥിരമായി വർക്കൗട്ട് ചെയ്തതും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിലയുടെ ഒരു ICD ദിവസം എങ്ങനെയാണ് പൊതുവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതെങ്ങനെയാണ് ജനറലി? ഒരു എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല എന്നറിയാം, കാരണം നില അവരുടെ 14 മാസം പഠിച്ചൊരു കുട്ടിയാണ്. എങ്കിൽ കൂടെ ജനറലി എങ്ങനെ ആയിരുന്നു എന്നൊന്ന് വിശദീകരിക്കൂ. ഓണസ്റ്റ്ലി ഞാൻ അങ്ങനെ അത്രയും നേരത്തെ എഴുന്നേൽക്കുന്ന ആളല്ല. ഞാൻ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് GA പഠിക്കാറുണ്ട്. GA പഠിച്ച് തുടങ്ങിയതിന് ശേഷമുള്ള ദിവസമാണ് ഞാൻ പറയുന്നത്. GA എഴുതാറും അന്നത്തെ GA പഠിക്കാറുമാണ് പതിവ്. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പോകുന്നു. ക്ലാസ്സിൽ പോയി തിരിച്ച് വന്നിട്ട് നേരെ ലാബിലോട്ടായിരിക്കും പോവുക. ലാബിലിരുന്ന് മാക്സിമം 2-3 മോക്കുകൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. തിരിച്ച് വരും, ന്യൂസ് പേപ്പർ വായിക്കും. ന്യൂസ് പേപ്പർ ഒരു ദിവസം മൊത്തം വായിക്കാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ എഡിറ്റോറിയൽ വായിക്കാൻ എന്നും ശ്രദ്ധിക്കാറുണ്ട്. അതിനുശേഷം തന്ന ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ ക്ലാസ്സിൽ തന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ അതും ചെയ്ത് നോക്കും. കിട്ടിയില്ലെങ്കിൽ ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടും ചോദിച്ച് പഠിക്കും. ലേറ്റ് നൈറ്റ് വീണ്ടും GA പഠിച്ചിട്ടാണ് കിടക്കാറ്. ICDയിൽ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ നിലയ്ക്ക്? ലാബിൽ കുറച്ചുകൂടെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഒരേ സമയം ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്നെപ്പോലെ പഠിക്കാൻ പെട്ടെന്ന് ലാബിലോട്ട് ഓടുന്നവരായിരിക്കും കൂടുതൽ ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി കുട്ടികൾക്കും അത് ഒരേ സമയം എക്സാംസ് അറ്റൻഡ് ചെയ്യാമായിരുന്നു തോന്നി. തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ട ഒരു സജഷൻ തന്നെയാണ്. അത് ഉപയോഗിക്കുന്നവർക്കല്ലേ എൻ്റെ കാര്യങ്ങൾ അറിയാവുള്ളൂ. തീർച്ചയായിട്ടും പരിഗണിക്കും. നില ഈ ബാങ്ക് പരീക്ഷ, SSC പരീക്ഷ, ഇങ്ങനെ മത്സര പരീക്ഷ, ഈ മേഖലയിലേക്ക് ഒരാൾ വരാൻ ഉദ്ദേശിക്കുന്നു. നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്യാരക്ടറിനെ നമുക്ക് മനസ്സിൽ കരുതാം. ഒരു ഡിഗ്രിക്കാരനോ പോസ്റ്റ് ഗ്രാജുവേറ്റോ ഒക്കെ ആയിരിക്കാം. അങ്ങനെ ഒരാൾക്ക് നിലയുടെ അനുഭവത്തിൽ ചാലിച്ച എന്ത് ഒരു സജഷൻ, ഒരു ഉപദേശം നൽകും? പുതിയ കുട്ടികളോട് അങ്ങനെ ബാങ്ക് ഉദ്യോഗം എന്നുള്ള മോഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിക്കരുത്. ഞാനിവിടെ വന്ന് ആദ്യമായി SBA PO എഴുതിയപ്പോൾ എനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശ്രമിച്ചു, എനിക്ക് സാധിച്ചു. അതുപോലെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും സാധിക്കും. ഞാൻ ചെയ്ത തെറ്റ് GA ഒഴിവാക്കി എന്നുള്ളത്, ആ തെറ്റ് ഇനി ആരും ആവർത്തിക്കരുത്. എല്ലാ സബ്ജക്റ്റിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസും അതിൻ്റേതായ സമയവും നൽകി തന്നെ നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ വിജയിക്കും. നില ഞാൻ മനസ്സിലാക്കുന്നില്ല, ഇപ്പോൾ
ഇന്ന് വന്ന റിസൾട്ടിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊബേഷണറി ഓഫീസേഴ്സ് മെയിൻസും പാസ്സായിട്ടുണ്ട്, ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്നു. ഇപ്പോൾ 14 മാസം പഠിച്ചു എന്നത് ഒരു നഷ്ടമായി കരുതേണ്ട കാര്യമില്ല. നിലയ്ക്ക് കേരള ഗ്രാമീൺ ബാങ്കിൽ ക്ലറിക്കൽ തസ്തികയിൽ ജോലിയായി, കേരള ഗ്രാമീൺ ബാങ്കിൽ തന്നെ ഓഫീസർ തസ്തികയിൽ ജോലിയായി. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത റിസൾട്ട് പടുവാതിക്കൽ വന്ന് നിൽക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷൻ ഓഫീസറായിട്ടുള്ള പ്രിലിംസും മെയിൻസും പാസ്സായി താങ്കൾ ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്നു. ഈ ഒരു കഥ വർഷങ്ങളായി എൻ്റെ മുമ്പിൽ തുടരെ ഞാൻ കാണുന്നൊരു കഥയാണ്. ആദ്യത്തെ ടെസ്റ്റ് പാസ്സാവാൻ കുറച്ച് സമയമെടുക്കും. കാരണം വരുമ്പോൾ ഉള്ളൊരു ടെമ്പോ കുട്ടികൾക്ക് പഠിച്ചു തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ നഷ്ടപ്പെടും. അപ്പോൾ ഇത് കിട്ടുമോ എന്നൊരാശങ്ക. ഇതൊരു ടിപ്പിക്കൽ ക്യാരക്ടറാണ് താങ്കളും. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൂടെയുള്ള കുറച്ച് പേർക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആവേശത്തോടെ പഠിക്കുന്നു. പഠിച്ച് റിസൾട്ട് വന്നു തുടങ്ങിയാൽ പിന്നെ ഒന്നിന് പിറകെ മറ്റൊന്നായി ധാരാളം ജോലികൾ വരും. ഇത് തന്നെ ഒരു ടിപ്പിക്കൽ മത്സര പരീക്ഷ കാൻഡിഡേറ്റ് ആണ് നിലയിൽ. ഇനിയും ധാരാളം തിളക്കമാർന്ന വിജയങ്ങളുണ്ടാവട്ടെ. ഐ വിഷ് യു എ വെരി ബ്രൈറ്റ് ബാങ്കിങ് കരിയർ. Stay blessed always. May God bless. Thank you, sir. Thank you.